അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഇപ്പോൾ സഫർ മാസത്തിൻ്റെ അവസാനത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് സഫർ മാസം അവസാനിച്ച് റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വൽ മാസം വരുന്നതോടുകൂടി മുസ്ലിം സമുദായത്തിൽ നബിദിന ആഘോഷത്തിൻ്റെ പേരിലുള്ള ഒരുപാട് ബിദ്അത്തുകൾ നാം കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ആരാണ് ജന്മദിന ആഘോഷം തുടക്കിവെച്ചതെന്നാണ്. എൻസൈക്ലോപീഡിയ ജുദൈക്, ദ വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ, ദ കത്തോലിക് എൻസൈക്ലോപീഡിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ കാണാം ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുക്കളായ ഫറോവമാരാണ് തുടക്കിവെച്ചിട്ടുള്ളത്. ഈജിപ്തിലെ ഫറോവമാരായിട്ടുള്ള വിഗ്രഹാരാധരായിട്ടുള്ള അഗ്നി ആരാധകരായ സൂര്യാരാധരായ ആളുകൾ കൊണ്ടുവന്ന ഏർപ്പാടാണ് ജന്മദിന ആഘോഷമെന്നത്. ഫറോവമാർ ദൈവമായി മാറുന്ന ദിവസത്തെ അവരുടെ ജന്മദിനമായി കാണുകയും അങ്ങനെ അവർ പിൻപറ്റി ആ ദിവസത്തെ ജന്മദിനമായി ആഘോഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആദ്യകാല യഹൂദരോ ക്രൈസ്തവരോ പോലും ഒരിക്കലും തന്നെ ഈ ജന്മദിനം ആഘോഷമെന്നത് നടത്തിയിട്ടില്ല. കാരണം അവർ മനസ്സിലാക്കിയത് അത് ബഹുദൈവ വിശ്വാസികളുടെ ഏർപ്പാടാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. ഖാലല്ലാഹു അസ്സ വജൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന, പരലോകത്ത് പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഉത്തമമായ മാതൃകയാണ്. വഖൈറുൽ ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ വെച്ച ഏറ്റവും നല്ല ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് ജന്മദിനം ആഘോഷിക്കാൻ കാണിച്ചു തന്നിട്ടില്ല. തൻ്റെ ജന്മദിനമോ തൻ്റെ മക്കളുടെ ജന്മദിനമോ തൻ്റെ ഭാര്യമാരുടെ ജന്മദിനമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഘോഷിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു ഈത്തപ്പഴം പോലും നൽകിയതായി ഒരിടത്തും കാണാൻ സാധിക്കില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികളെപ്പോലെ നിങ്ങൾ അവരെപ്പോലെ നിങ്ങൾ പിൻപറ്റും. ഷിബ്റൻ ബി ഷിബിരിൻ വസിറാഅൻ ബി സിറായിൻ, ചാണിന് ചാണും മുഴത്തിന് മുഴമായും അവരെപ്പോലെ നിങ്ങൾ പിൻപറ്റും. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ ലൗ ദഖലൂ ജുഹറ റബ്ബിൻ ലദഖൽതുമൂഹും, അവർ എങ്ങാനും ഒരു ഉടുമ്പിൻ്റെ മാടത്തിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കോപവും ശാപവും എല്ലാം വാങ്ങി അവരെപ്പോലെ നിങ്ങൾ ആ ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിദ്അത്തുകളുടെ പിന്നാലെ പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പോലെ യഥാർത്ഥ തഖ്വയുടെ ജീവിതം മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.